യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം. യെഹെസ്കേൽ ഒരു പ്രവാചകനായിരുന്നു. അവൻ യെരുശലേം പട്ടണത്തിൽ അതിന്റെ ആദ്യത്തെ ബാബിലോണ്യ അക്രമം നടന്ന കാലഘട്ടത്തിൽ ആയിരുന്നു ജീവിച്ചിരുന്നത്. അവർ പട്ടണത്തെ വെറുതെ വിട്ടു. എന്നാൽ അവർ നല്ലൊരു ഭാഗം ഇസ്രായേലിനെ തടവുകാരായി ബലം പ്രയോഗിച്ച് അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. യെഹെസ്കേൽ അവരിൽ ഒരുവനായിരുന്നു. അങ്ങനെ ഈ പുസ്തകം അതെല്ലാം കഴിഞ്ഞ് 5 വർഷത്തിനു ശേഷമാണ് ആരംഭിക്കുന്നത്. യെഹെസ്കേൽ അവന്റെ ഇസ്രായേല്യ അഭയാർത്ഥി താവളത്തിനരികെ ഒരു ജലസേചന നദിയുടെ തീരത്ത് ഇരിക്കുകയാണ്. ഇത് അവന്റെ 30-ാമത്തെ ജന്മദിനമാണ്. ഈ വർഷമായിരുന്നു അവനെ ഒരു പുരോഹിതനായി ഇസ്രായേലിൽ നിയമിക്കേണ്ടിയിരുന്നത്. പെട്ടെന്ന് യെഹെസ്കേലിന് ഒരു ദർശനമുണ്ടാകുന്നു. അവൻ ഒരു വലിയ കൊടുങ്കാറ്റ് മേഘം വരുന്നത് കാണുന്നു. ആ മേഘത്തിനകത്ത് വിചിത്രമായ 4 ജീവികളുണ്ടായിരുന്നു. അവയ്ക്ക് വിടർന്ന ചിറകുകളും അവ ഒന്നിനോട് ഒന്ന് തൊട്ടിരുന്നു. ഈ ജീവികൾക്ക് ഓരോന്നിനും 4 മുഖങ്ങൾ ഉണ്ടായിരുന്നു. അവൻ പിന്നീട് ഓരോ ജീവിയുടെയും അരികെ 4 ചക്രങ്ങൾ കണ്ടു. ശേഷം അവൻ ജീവികളുടെ ചിറകുകൾ മിന്നുന്ന ഒരു വേദി പിന്തുണയ്ക്കുന്നതും ആ വേദിയുടെ മുകളിലായി ഒരു സിംഹാസനവും കണ്ടു. ആ സിംഹാസനത്തിൽ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു ജീവി ഇരുന്നിരുന്നു. അത് തീക്കകത്തെ തിളങ്ങുന്ന സ്വർണം പോലെയിരുന്നു. പെട്ടെന്ന് തന്നെ താൻ എന്താണ് കാണുന്നതെന്ന് യെഹെസ്കേലിന് മനസ്സിലായി. അവൻ അതിനെ യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത പോലെ എന്ന് വിളിക്കുന്നു. ഇത് ദൈവം തന്റെ രാജകീയ രഥസിംഹാസനം ഓടിക്കുകയാണ്. ഇപ്പോൾ മഹത്വം എന്ന പദം എബ്രായ ഭാഷയിൽ കവോദ് എന്നാണ്. അതിനർത്ഥം ശക്തിയേറിയ അഥവാ പ്രബലമായത് എന്നാണ്. ബൈബിൾ ലേഖകർ ഈ പദം ഉപയോഗിക്കുന്നത് അവൻ ഒരു വ്യക്തിയായി വെളിപ്പെടുമ്പോൾ ദൈവഭാവത്തിന്റെ ഭൗതിക പ്രത്യക്ഷതയെ വർണ്ണിക്കുവാനാണ്. ദർശനത്തിലെ ഈ സാദൃശ്യങ്ങൾ പുറപ്പാട് പുസ്തകത്തിൽ ദൈവം സീനായി മലയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സംഭവിച്ചതിന് സമാനമാണ്. ഇത് ദൈവത്തിന്റെ സാന്നിധ്യം സാക്ഷ്യപെട്ടകത്തിന്റെ മുകളിൽ വന്നതിനെ വർണ്ണിച്ചതിനോടും സമാനമാണ്. അതാണ് യഥാർത്ഥത്തിൽ യെഹെസ്കേലിന്റെ ദർശനത്തിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. ദൈവത്തിന്റെ മഹത്വത്തിന് ബാബിലോണിൽ എന്താണ് കാര്യം? അത് യഥാർത്ഥത്തിൽ യെരുശലേമിലെ സാക്ഷ്യപെട്ടകത്തിന്റെ മുകളിലാണ് ആയിരിക്കേണ്ടത്. അങ്ങനെ പുസ്തകത്തിന്റെ ആദ്യ ഭാഗം ആരംഭിക്കുന്നത് ആ ചോദ്യത്തെക്കുറിച്ച് കൂടുതലായി പഠിക്കുവാനായാണ്. അതേസമയം യെഹെസ്കേൽ ഇസ്രായേലിന്റെ മത്സരത്തെക്കുറിച്ച് കുറ്റം ആരോപിക്കുവാനും ആരംഭിക്കുന്നു. ആദ്യമായി ദൈവം യെഹെസ്കേലിനോട് സിംഹാസന രഥത്തിൽ നിന്നും സംസാരിക്കുന്നു. പിന്നീട് ദൈവം അവനെ ഒരു പ്രവാചകനായി നിയോഗിക്കുന്നു. യെഹെസ്കേൽ എന്നാൽ ദൈവവുമായുള്ള ഇസ്രായേലിന്റെ ഉടമ്പടി ലംഘിച്ചതിന് അവരെ കുറ്റമാരോപിക്കേണ്ടതാണ്. ഇസ്രായേൽ തങ്ങളുടെ ഭക്തി അന്യദൈവങ്ങളോട് കാണിക്കുകയും വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ചെയ്തു. ഇതെല്ലാം പിന്നീട് വ്യാപകമായ സാമൂഹിക അനീതിയിലേക്കും അക്രമത്തിലേക്കും നയിച്ചു. ഇതെല്ലാം കാരണം ദൈവം യെഹെസ്കേലിനെ ജനത്തിന് മുന്നറിയിപ്പ് കൊടുക്കുവാനായി നിയോഗിക്കുന്നു. യെഹെസ്കേലിനെ പ്രവാസത്തിൽ കൊണ്ടുവന്ന ആദ്യത്തെ ബാബിലോണ്യ അക്രമം മറ്റൊന്നിന് സമാനമാകുവാൻ പോകുകയാണ്. യെരുശലേമും അതിന്റെ ദേവാലയത്തിനും മേൽ നാശം വേഗത്തിൽ വരുവാനിരിക്കുന്നു. തന്റെ സന്ദേശം അറിയിക്കുവാൻ യെഹെസ്കേൽ വാക്കുകളും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നു. ഇത് തെരുവിൽ നാടകം ചെയ്യുന്നതുപോലെയായിരുന്നു. യെഹെസ്കേൽ പരസ്യമായി പുറത്തു പോകുകയും വിചിത്രമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ ആരംഭിക്കുകയും ചെയ്തു. അവയെല്ലാം തന്റെ പ്രവചന സന്ദേശങ്ങൾ ഉപമകളിൽ കൂടി ആശയം വ്യക്തമാക്കുവാനായിരുന്നു. അവനോട് യെരുശലേമിന്റെ ഒരു ചെറിയ മാതൃക നിർമ്മിക്കുവാനും അതിനുശേഷം അതിനെ ആക്രമിക്കുന്നതായി അഭിനയിക്കുവാനും പറഞ്ഞു. പിന്നീട് അവനോട് തന്റെ മുടിയെല്ലാം വടിച്ചു കളയുവാനും ശേഷം ഒരു വാളുകൊണ്ട് അതിനെ വെട്ടുവാനും പറഞ്ഞു. ഏറ്റവും ഭയങ്കരമായിരുന്നത് പ്രതിശാന്തി ദിനത്തിൽ ഒരു യാഗമാക്കപ്പെടുന്ന ആട്ടിൻകുട്ടിയെപ്പോലെ അവൻ അഭിനയിക്കണമായിരുന്നു. അവൻ ഏകദേശം 1 വർഷത്തോളം ഒരു വശം തിരിഞ്ഞുകിടക്കുകയും മലം ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും വേണം. അത് ജനങ്ങൾ യെരുശലേം വളയപ്പെടുമ്പോൾ കഴിക്കേണ്ട മലിനമായ ഭക്ഷണത്തിന്റെ അടയാളമായിരുന്നു. ഒരുപക്ഷെ ദൈവം യെഹെസ്കേലിന് കൊടുത്ത ഇവയിൽ ഏറ്റവും വേദനിക്കുന്ന വാർത്ത എന്തെന്നാൽ ആരും അവനെ കേൾക്കുവാൻ പോകുന്നില്ല എന്നതാണ്. ഇസ്രായേൽ അവനെ നിരസിക്കും. അത് അവരുടെ മത്സരിക്കുന്ന കഠിനഹൃദയം കൊണ്ടാണ്. ഇത് മോശയുടെ മരുപ്രദേശത്തെ മത്സരത്തിനു ശേഷമുള്ള ജനത്തെക്കുറിച്ചുള്ള വിവരണത്തെ ഓർമ്മിപ്പിക്കുന്നു. അതായത് പ്രവാസമെന്നത് ഒരു ദിവസം സംഭവിക്കുമെന്ന് അവൻ മുൻകൂട്ടി പറഞ്ഞ ആ സമയം. യെഹെസ്കേലിന് ഇതെല്ലാം സംഭവിക്കുന്നത് കാണുവാനുള്ള നിർഭാഗ്യകരമായ അവസരമുണ്ടായിരുന്നു. അങ്ങനെ നിരാശനായ യെഹെസ്കേൽ അവന്റെ കർത്തവ്യം ചെയ്യുവാൻ ആരംഭിക്കുന്നു. ഏകദേശം 1 വർഷത്തിനു ശേഷം അവന് മറ്റൊരു ദർശനമുണ്ടായി. അത് ദൈവാലയത്തെക്കുറിച്ചായിരുന്നു. അവൻ ദൈവാലയത്തിലേക്ക് ഒരു യാത്ര നടത്തുന്നു. അവന്റെ അസാന്നിധ്യത്തിൽ അവിടെ എന്താണ് നടക്കുന്നതെന്ന് അവൻ കാണുന്നു. അത് നല്ലതല്ലായിരുന്നു. പുറത്തെ പ്രാകാരത്തിൽ ദൈവാലയത്തിനു മുന്നിലായി അവനൊരു വലിയ വിഗ്രഹസ്തംഭം കാണുന്നു. അതിനുശേഷം ഇസ്രായേലിലെ മൂപ്പന്മാർ അന്യദൈവങ്ങളെ ദൈവാലയത്തിന് അകത്തും പുറത്തും ആരാധിക്കുന്നത് കണ്ടു. അതിനുശേഷം അവൻ ഇസ്രായേലിലെ സ്ത്രീകളെ കാണുന്നു. അവർ ഒരു ബാബിലോണി ദേവനായ തമ്മൂസിനെ ആരാധിക്കുന്നു. ആ ദർശനം അവസാനിക്കുന്നത് ദൈവത്തിന്റെ മഹത്വമേറിയ സിംഹാസനരഥം ദൈവാലയത്തിൽ നിന്നും അകന്ന് മുകളിലേക്ക് പോകുന്നതോടെയാണ്. അത് അവരെ ഉപേക്ഷിച്ച് കിഴക്കോട്ട് ബാബിലോണിലേക്ക് പോകുകയാണ്. അങ്ങനെ
11-ാം അധ്യായത്തിൽ നമ്മൾ ദൈവത്തിന്റെ മഹത്വം യെഹെസ്കേലിന് അവിടെ ബാബിലോണിൽ പ്രത്യക്ഷമായത് എന്തുകൊണ്ടാണെന്നും എങ്ങനെയാണെന്നും കാണുന്നു. ഇസ്രായേലിന്റെ വിഗ്രഹാരാധനയും അവരുടെ ഉടമ്പടി ലംഘനവും വളരെ പ്രകടമാകുകയും ദൈവത്തെ കോപിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ദൈവം അവന്റെ ദൈവാലയത്തെ ഉപേക്ഷിച്ചു. അവർ അവനെ അവിടെ നിന്നും ഓടിച്ചു കളഞ്ഞു. അങ്ങനെ അവൻ അതിനെ നാശത്തിന് ഏൽപ്പിച്ചുകൊടുത്തു. എന്നാൽ ദൈവം തന്റെ ജനത്തെ ഉപേക്ഷിച്ചിട്ടില്ല, മറിച്ച് അവൻ അവരോടൊപ്പം പ്രവാസത്തിലേക്ക് പോകുന്നു. അങ്ങനെ അധ്യായം 11-ലെ ദർശനത്തിന്റെ അവസാനം ദൈവം അവരോട് അവൻ ഇസ്രായേലിന്റെ ഒരു ശേഷിപ്പിനെ ദേശത്തേക്ക് മടക്കി വരുത്തുമെന്നും അവൻ അവരെ രൂപാന്തരപ്പെടുത്തുമെന്നും വാഗ്ദത്തം ചെയ്യുന്നു. അതായത് കല്ലായുള്ള അവരുടെ ഹൃദയത്തെ മാറ്റി ഒരു പുതിയ മൃദുലമായ മാംസഹൃദയമാക്കി മാറ്റുമെന്നും അങ്ങനെ അവർക്ക് അവരുടെ ദൈവത്തെ സ്നേഹിക്കുവാനും യഥാർത്ഥത്തിൽ പിന്തുടരുവാനും കഴിയും. ഇത് പ്രത്യാശയുടെ ഒരു ചെറിയ പ്രകാശമാണ്. എന്നാൽ ഇത് വേഗത്തിൽ തന്നെ വരുവാനിരിക്കുന്ന നാശത്തിന്റെ യാഥാർത്ഥ്യത്തിൽ മുങ്ങിപ്പോകുന്നു. എന്നാൽ 11-ാം അധ്യായം ഒരു പ്രധാന തിരിവാണ്. ഇത് നമ്മെ പുസ്തകത്തിന്റെ തുടർന്നുള്ള ഭാഗം എപ്രകാരമാണ് രൂപീകരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കുന്നു. അടുത്ത 3 വിഭാഗങ്ങളും ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളാണ്. ആദ്യം ഇസ്രായേലിന്റെ മേലും തുടർന്ന് യെരുശലേമിന്റെ മേലും. എന്നാൽ അതിനുശേഷം 11-ാം അധ്യായത്തിന്റെ പ്രത്യാശ നിറഞ്ഞ ഉപസംഹാരം പുസ്തകത്തിന്റെ അവസാന 3 വിഭാഗങ്ങളിൽ കൂടുതൽ വിശദീകരിച്ചിരിക്കുന്നു. ആദ്യം ഇസ്രായേലിനുള്ള പ്രത്യാശ, പിന്നീട് രാഷ്ട്രങ്ങൾക്ക്, അതിനുശേഷം സകല സൃഷ്ടികൾക്കും. അധ്യായം 12 മുതൽ 24 വരെ കേന്ദ്രീകരിക്കുന്നത് ഇസ്രായേലിന്റെ മേൽ വരാനിരിക്കുന്ന ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ചാണ്. ഇത് കാവ്യങ്ങളുടെയും ഉപന്യാസങ്ങളുടെയും ഒരു വ്യത്യസ്തമാർന്ന ഒരു കൂട്ടമാണ്. ഇവിടെ യെഹെസ്കേൽ അവന്റെ ഉപമകളോടും ദൃഷ്ടാന്തങ്ങളോടുമുള്ള ഇഷ്ടത്തെ പ്രകടമാക്കുന്നു. അവൻ ഇസ്രായേലിനെ ഒരു കരിഞ്ഞ ഉപയോഗശൂന്യമായ കമ്പായും ഒരു മത്സരിയായ ഭാര്യയായും അപകടകാരിയും രോഷാകുലനുമായ പിടിക്കപ്പെട്ട ഒരു സിംഹമായും ലൈംഗിക അടക്കമില്ലാത്ത 2 സഹോദരിമാരായും വർണ്ണിക്കുന്നു. ഇവയെല്ലാം ഇസ്രായേലിന്റെ നാശത്തിലേക്ക് കൊണ്ടുവന്ന അവരുടെ മത്സരത്തിന്റെയും വിഗ്രഹാരാധനയുടെയും വർണ്ണനകളാണ്. ഈ വിഭാഗത്തിൽ യെഹെസ്കേൽ ഒരു വക്കീലിനെ പോലെ അഭിനയിക്കുന്നു. നൂറ്റാണ്ടുകളുടെ ഉടമ്പടി ലംഘനത്തിനു ശേഷം യെരുശലേം നാശത്തിന് അർഹയാണെന്ന് അദ്ദേഹം ഒന്നാമതായി വാദിക്കുവാൻ തുടങ്ങുന്നു. മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും നീതിമാന്മാരായ നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നിവരെ പോലെയുള്ളവർ ദൈവത്തോട് ഇസ്രായേലിനെ ഒഴിവാക്കുവാൻ പ്രാർത്ഥിച്ചാൽ പോലും ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കില്ല എന്നും പറയുന്നു. ഇത് ഒരുപാട് വൈകിപ്പോയി. അതുകൊണ്ട് ദൈവത്തിന്റെ നന്മ യഥാർത്ഥത്തിൽ അവന്റെ നീതിയെ ഇസ്രായേലിന്റെ ഈ തലമുറയിൽ കൊണ്ടുവരുവാൻ ആവശ്യപ്പെടുന്നു. പ്രവാസം ഇപ്പോൾ ഒഴിവാക്കുവാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലെത്തിയിരിക്കുന്നു. അവർ തിരിച്ചുവരുവാൻ കഴിയാത്ത ഒരു ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. ഇതിനെ തുടർന്ന് യെഹെസ്കേൽ ആദ്യമായി ഇസ്രായേലിന് ചുറ്റുമുള്ള രാഷ്ട്രങ്ങളിൽ കേന്ദ്രീകരിക്കുന്നു. അതിനുശേഷം പ്രദേശത്തെ 2 പ്രബല സംസ്ഥാനങ്ങളായ മിസ്രൈമിനെയും തുടർന്ന് സോരിനെയും. ഇസ്രായേൽ ഈ രാഷ്ട്രങ്ങളോട് ബന്ധം പുലർത്തുകയും അവരുടെ ദൈവങ്ങളെയും വിഗ്രഹങ്ങളെയും സ്വീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ദൈവം സോരിലെയും മിസ്രൈമിലെയും രാജാക്കന്മാരെ അവർ തങ്ങളെ തന്നെ ദൈവമായി കാണുന്നതിനും ശരിയും തെറ്റും തങ്ങളുടേതായ നിലയിൽ നിർവചിക്കുന്നതിനും കുറ്റം ആരോപിച്ചു. അങ്ങനെ ദൈവം ഈ രാജാക്കന്മാരെ അവരുടെ അഹങ്കാരത്തിന് ഉത്തരവാദികളാക്കുന്നു. അവരെ താഴെയിറക്കുവാൻ അവൻ ബാബിലോണിനെ ഉപയോഗിക്കുമെന്നും പ്രസ്താവിക്കുന്നു. അവർ ദൈവത്തിന്റെ ന്യായവിധി മറ്റുള്ളവരോടൊപ്പം അഭിമുഖീകരിക്കും. വളരെ തീവ്രമായ ഈ വിഭാഗങ്ങളെ തുടർന്ന് 33-ാം അധ്യായത്തിലെ ഒരു ചെറിയ കഥയാണ്. യെഹെസ്കേൽ യെരുശലേമിൽ നിന്നും അടുത്തിടെ വന്ന ഒരു അഭയാർത്ഥിയെ കണ്ടുമുട്ടുന്നു. അവൻ യെഹെസ്കേലിന് ബാബിലോൺ യെരുശലേം പട്ടണത്തെ ആക്രമിച്ചു എന്ന വിവരം നൽകുന്നു. പട്ടണം വീഴുകയും ദൈവാലയം നശിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. യെഹെസ്കേലിന്റെ കഠിനമായ മുന്നറിയിപ്പുകൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. എന്നാൽ അധ്യായം 11-ന്റെ അവസാന ഭാഗം ഓർക്കുക, അത് കഥയുടെ അവസാനമല്ല. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ യെഹെസ്കേലിന്റെ ഗഹനമായ പ്രത്യാശയുടെ ദർശനത്തെക്കുറിച്ച് വിശദമായി നമുക്ക് പഠിക്കാം. അങ്ങനെ ഇതാണ് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ ആദ്യ പകുതിയുടെ ഉള്ളടക്കം.